ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ നിഖിൽ ജോൺ, ENT സർജൻ. 16 വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ എന്നെ കാണിക്കുവാനായിട്ട് വന്നു. ഈ കുട്ടിക്ക് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം വിടുന്നതിനുള്ള തടസ്സമുണ്ട്. ഒപ്പം തന്നെ മൂക്കിലൂടെ വെള്ളം പോലെ വരികയും മൂക്കിലൂടെ പഴുപ്പ് പോലെ വരികയും ചെയ്യുന്നു. പിന്നെ കുറച്ച് മാസങ്ങളായിട്ട് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ട് കൂടുകയും ശ്വാസം വിടാൻ പറ്റാതെ വരികയും ചെയ്യും. തുടക്കത്തിൽ കൂർക്കം വലിയ കൂടി വരികയാണ്. കുട്ടി ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ കൃത്യമായിട്ട് കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചു. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് സൈനസൈറ്റിസ് മാത്രമല്ല പ്രശ്നം. കാരണം പലയിടങ്ങളിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താകാൻ പ്രശ്നം? ഉടനെ തന്നെ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി അഥവാ മൂക്കിന്റെ എൻഡോസ്കോപ്പി എന്ന പരിശോധനയ്ക്ക് വിധേയമാക്കി ഇതിന്റെ പുറകുവശത്തായിട്ട് ഒരു ദശ ഇരിക്കുന്നത് കാണും. പിന്നെ ഉൾവശം മുഴുവൻ അടഞ്ഞിരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ മൂക്കിനുള്ളിൽ കാണപ്പെടുന്ന ഈ ദശ വളരെ അപൂർവമായിട്ട് കുട്ടികളിൽ കാണപ്പെടുന്ന മൂക്കിനുള്ളിലെ കാപ്പിലറി ഹെമൻജിയോമ എന്ന ബെനൈൻ ഗ്രോത്ത് അഥവാ വളർച്ചയാണ് എന്നാണ് സ്കാനിംഗ് റിപ്പോർട്ടിൽ വന്നത്. കാപ്പിലറി ഹെമൻജിയോമ എന്ന് പറഞ്ഞാൽ കാപ്പിലറീസ് എന്ന രക്തക്കുഴലുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വളർച്ചയാണ്. പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ളവരിൽ വളരെയധികം അപൂർവമായിട്ടാണ് ഇത് മൂക്കിനുള്ളിൽ കാണുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇത് സർജിക്കലി റിമൂവ് ചെയ്യുക. പക്ഷെ ഓപ്പറേഷന്റെ സമയത്ത് ബ്ലീഡിങ്ങിനുള്ള റിസ്ക് ഭയങ്കര കൂടുതലാണ്. എൻഡോസ്കോപ്പിക് സർജറിയിലൂടെ ഓപ്പറേഷൻ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ ദശ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ സാധിച്ചു. ശേഷം ഉടനടി തന്നെ കുട്ടിക്ക് വളരെയധികം ആശ്വാസം ലഭിച്ചു. കുട്ടി പൂർണ്ണമായിട്ട് ശ്വാസം എടുത്തു തുടങ്ങി. മൂക്കിനെ ബാധിക്കുന്ന ഏതൊരു രോഗലക്ഷണവും ഏതൊരു പ്രശ്നങ്ങളും നിസ്സാരമായിട്ട് അവഗണിക്കരുത്. മൂക്കിനുള്ള എന്ത് അസ്വസ്ഥതയും നിങ്ങൾക്ക് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ENT ഡോക്ടറിനെ കാണിക്കുക. കൃത്യമായ ചികിത്സ തേടുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ.